റെക്കോർഡ് കൊടും ചൂടിൽ വെന്തുരുകിയ യൂറോപ്പിനെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് പ്രകൃതിയുടെ മറ്റൊരു അതിതീവ്ര മുഖമാണ്. നെതർലൻഡ്സിൽ വെറും 24 മണിക്കൂറിനുള്ളിൽ 3 ലക്ഷത്തിലധികം ഇടിമിന്നലുകൾ രേഖപ്പെടുത്തിയതായി കാലാവസ്ഥാ അധികൃതർ അറിയിച്ചു. സമീപകാലത്ത് യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ മിന്നൽ പ്രളയത്തിലൊന്നായാണ് ഈ പ്രതിഭാസത്തെ വിലയിരുത്തുന്നത്. ജൂൺ 28-ന് ആംസ്റ്റർഡാമും സമീപ പ്രദേശങ്ങളും മണിക്കൂറുകളോളം അതിശക്തമായ ഇടിമിന്നലിനും കനത്ത മഴയ്ക്കും സാക്ഷ്യം വഹിച്ചു. കൊടുങ്കാറ്റ് അതിന്റെ പരമാവധി ശക്തിയിലെത്തിയ സമയത്ത് വെറും 30 മിനിറ്റിനുള്ളിൽ നെതർലൻഡ്സിലും വടക്കൻ ജർമ്മനിയിലുമായി 30,000-ലധികം ഇടിമിന്നലുകളാണ് പതിച്ചത്. ഡച്ച് കാലാവസ്ഥാ ഏജൻസിയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതായത് ഓരോ സെക്കൻഡിലും ശരാശരി 17 മിന്നലുകൾ വീതം ഭൂമിയിലേക്ക് ഇറങ്ങി. എന്താണ് ഈ അസാധാരണ പ്രതിഭാസത്തിനുള്ള കാരണം? ദിവസങ്ങളോളം നീണ്ടുനിന്ന അതിശക്തമായ ഉഷ്ണതരംഗത്തിന് പിന്നാലെ തണുത്ത വായു അതിവേഗം പ്രദേശത്തേക്ക് കടന്നെത്തിയതാണ് പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ചൂടും ഈർപ്പവും നിറഞ്ഞ വായുവും തണുത്ത വായുവും ഏറ്റുമുട്ടിയതോടെ ഭീമൻ ഇടിമിന്നൽ മേഘങ്ങൾ രൂപപ്പെട്ടു. അത് സ്ഫോടനാത്മകമായ കൊടുങ്കാറ്റ് രൂപം കൊള്ളാൻ കാരണമായി. ഒരാഴ്ചയിലേറെയായി ആംസ്റ്റർഡാമിൽ 30 ഡിഗ്രിക്ക് മുകളിലായിരുന്നു താപനില. ചില പ്രദേശങ്ങളിൽ അത് 40 ഡിഗ്രിയോട് അടുക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കാലാവസ്ഥാ വകുപ്പ് കോഡ് റെഡ് ചൂട് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത്. മുന്നറിയിപ്പിന് പിന്നാലെ കോഡ് ഓറഞ്ച് കൊടുങ്കാറ്റ് മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു. കൊടുങ്കാറ്റ് രാജ്യത്ത് വ്യാപക നാശനഷ്ടമാണ് വിതച്ചത്. ഗ്രോനിങ്ങൻ, യൂട്രെക്, ആംസ്റ്റർഡാം തുടങ്ങിയ മേഖലകളിൽ മിന്നലേറ്റ് നിരവധി തീപിടുത്തങ്ങളുണ്ടായി. ലാൻഡ്സ്മീറിലെ ഒരു വീടിന് തീപിടിച്ച ഒരാൾക്ക് പരിക്കേറ്റു. ടൂർണമെന്റിൽ തൊഴുത്തിന് മിന്നലേറ്റ് തീപിടിച്ചതിനെ തുടർന്ന് 2 പശുക്കിടാങ്ങളും ചത്തു. ഇടിമിന്നലിനൊപ്പം ഗോൾഫ് ബോളിന്റെ വലിപ്പത്തിലുള്ള ആലിപ്പഴ വർഷവും പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മണിക്കൂറുകളോളം ആകാശം തുടർച്ചയായി മിന്നിമറഞ്ഞതോടെ ഒരു ഭീമൻ സ്ട്രോബ് ലൈറ്റിന് താഴെ നിൽക്കുന്നത് പോലെ ആയിരുന്നു അനുഭവമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ അസാധാരണ കാലാവസ്ഥാ പ്രതിഭാസത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ശക്തമായ മുന്നറിയിപ്പായി തന്നെയാണ് ശാസ്ത്രലോകം ഇപ്പോൾ നോക്കിക്കാണുന്നത്. ആഗോളതാപനം വർദ്ധിക്കുന്നതോടെ അന്തരീക്ഷത്തിൽ കൂടുതൽ ചൂടും ഈർപ്പവും സംഭരിക്കപ്പെടുകയും അതിന്റെ ഫലമായി ഭാവിയിൽ കൂടുതൽ ശക്തമായ കൊടുങ്കാറ്റുകളും അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങളും വർദ്ധിക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കൊടും ചൂടിന് പിന്നാലെ മിന്നൽ പ്രളയവും യൂറോപ്പിൽ സംഭവിക്കുന്ന ഈ അതിതീവ്ര കാലാവസ്ഥാ മാറ്റങ്ങൾ ലോകം നേരിടുന്ന കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ഏറ്റവും പുതിയ ഓർമ്മപ്പെടുത്തലായി തന്നെ മാറിയിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.